ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റിയ ഒരു റൈറ്റിംഗ് ജോബിനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങൾക്കറിയാം, ഒരുപാട് പേർക്കൊക്കെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് ഒരു താല്പര്യം. ഓക്കെ, അങ്ങനെ താല്പര്യമുള്ളവരുണ്ട്. പിന്നെ അതായത് പുറത്ത് ഓഫീസ് വർക്ക് എന്ന് പറഞ്ഞിട്ട് സാഹചര്യം ഇല്ലാത്തവരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ജോബാണ് ഈ ഒരു റൈറ്റിംഗ് ജോബ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് 1 lakh per month ഉണ്ടാക്കുന്ന റൈറ്റേഴ്സ് വരെ ഉണ്ട്. ഓക്കെ, അപ്പം അത് ഞാൻ എക്സാജറേറ്റ് ചെയ്ത് പറയുന്നതല്ല. ഇതിൽ നമ്മൾ കുറേ അധികം, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു അപ്ഗ്രഡേഷൻ മാറിയിട്ട് കിട്ടിയിട്ട് 1 lakh വരെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനെയുള്ളൊരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങൾക്ക് അത്ര സിമ്പിൾ അല്ല, നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മെനക്കെടണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ ഒരു കറണ്ട് സിനാരിയോയിൽ നിങ്ങൾക്ക് പല അധികം ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് വരെ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനുള്ള ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് ചിലർ ചോദിക്കും. പക്ഷെ ഇതിൽ ഇൻവെസ്റ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഡിഗ്രി ഇവർ പ്രിഫർ ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും ഒരു ഡിഗ്രിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതൊരു ടോപ്പിക്കിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. ഓക്കെ, ചില വെബ്സൈറ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ പറഞ്ഞാൽ ചില ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരുപാട് ടോപ്പിക്സ് അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പം അതായത് സ്റ്റഡീസിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഇതിനെ പറ്റിയിട്ടൊക്കെ എഴുതാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ഒരു സബ്ജക്റ്റീവ് അല്ലാതെ നിങ്ങൾക്കിപ്പം പോയട്രി, ലിറ്ററേച്ചർ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് കുറേ പേരുണ്ട്. അതായത് വീട്ടമ്മമാരൊക്കെ ആയി കഴിഞ്ഞാൽ കുറേ പേർക്ക് ഈ പോയട്രി കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ്, കഥ എഴുതാൻ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരം റൈറ്റിംഗ് ജോബ് ചെയ്തിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾ വീട്ടമ്മമാരെയൊക്കെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ പേരുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ഓഫീസ് ജോബ് പറ്റാത്തവർ. ഓക്കെ, അപ്പം അവർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിലിരുന്നിട്ട് ഇത്തരം ജോലികൾ, അതായത് അവരൊക്കെ എഴുതുന്നവരായിരിക്കും, പക്ഷെ അവർക്കൊന്നും ഈ ഒരു ഏർണിംഗ് പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് അറിയുന്നുണ്ടാവില്ല. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇത്തരത്തിൽ റൈറ്റിംഗ് ജോബും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളൊരു അറിവ് അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അവർ നല്ലതായിട്ട് എഴുതുന്നവരായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർക്കൊക്കെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ കുറച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറച്ച് നിങ്ങൾ ഇനീഷ്യലി നിങ്ങൾക്ക് കുറച്ച് സ്ട്രഗിൾ ഉണ്ടാവും, പക്ഷെ അത് പോകെ പോകെ നിങ്ങൾക്ക് റെഡി ആയി വരും. കാരണം അത്രയും നല്ല രീതിക്ക് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റിയിട്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെ അപ്ലൈ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, റൈറ്റർ ബേ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര്. നിങ്ങൾക്ക് ഗൂഗിളിൽ writerbay.com എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വെബ്സൈറ്റ് കിട്ടും. അല്ലെങ്കിൽ ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുക, അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ആ വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വരിക. ഇനി നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് 5 റൈറ്റേഴ്സ് പ്രോഫിറ്റ് കൊടുത്തിട്ടുണ്ട്. അതായത് 30 ഡേയ്സിൽ, അതായത് ഒരു മന്തിൽ ഇവർക്ക് കിട്ടുന്ന സാലറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് റൈറ്റർക്ക് 3,403 ആണ് ഡോളേഴ്സാണ് കിട്ടുന്നത്. അപ്പം ഇന്ത്യൻ റുപ്പി നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 lakh അതിൻ്റെ അടുത്ത് വരും. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള റേഞ്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് രജിസ്ട്രേഷൻ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല, നിങ്ങൾക്ക് ലൈഫ് ടൈം ഇതിൽ വർക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വെറൈറ്റി, അതായത് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതായത് ഇപ്പം ലിമിറ്റഡ് അല്ല, ടോപ്പിക്സ് ലിമിറ്റഡ് അല്ല, ഏതൊരു ടോപ്പിക്സ് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നോ അത് നിങ്ങൾക്ക് ഇതിന് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ലോഡും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സാലറി, നല്ല എമൗണ്ട് ഓഫ് സാലറി ഇവർ തരുന്നുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അതായത് നിങ്ങൾ നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള സാലറി നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ പേഴ്സണൽ ഗ്രോത്ത്, അതായത് നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കയറുന്നവരോടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളൊരു പേഴ്സണൽ ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാരണം ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങളിങ്ങനെ എഴുതി, അതായത് റൈറ്റിംഗ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങൾ എന്താ പറയുക, കിങ് ആവും. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ശോഭിക്കാൻ പറ്റും. അത് നിങ്ങളിപ്പം ഇവിടെ മാത്രമല്ല, അത് നിങ്ങൾക്ക് ഇപ്പം ഫെർദർ ആയിട്ട് ട്യൂട്ടറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിങ്ങൾക്ക് അത്രയും അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്യൂട്ടറിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇവിടേക്ക് ഇവർ സപ്പോർട്ട് തരുന്നുണ്ട്, 24 hours സപ്പോർട്ടും തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ആ കാര്യങ്ങളൊക്കെ അവർ കൊടുത്തതിന് യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പെർട്ടിക്കുലർ കാര്യങ്ങളൊക്കെ കൊടുത്തതിന്. റിക്വയർമെന്റ്സ്, എന്തൊക്കെ കാര്യങ്ങൾ വേണം നമുക്ക് ഈ പെർട്ടിക്കുലർ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
മിനിമം ബാച്ചിലർ ഡിഗ്രി വേണം. അതായത് ഒരു ബാച്ചിലർ ഡിഗ്രി നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഏതൊരു ഡിഗ്രി ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ലിറ്ററേച്ചർ ആണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എബിലിറ്റി ടു ഓപ്ഷൻ, അതായത് പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒരുപാടുണ്ട്. ആ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് കുറച്ച് നല്ല രീതിക്കുള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ലും പിന്നെ ലിസണിങ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ഇൻ്റർനെറ്റ് ആക്സസ് വേണം. പിന്നെ ഇവിടെ ലാപ്ടോപ്പ് ഓർ PC കൊടുത്തിട്ടുണ്ട്. അതായത് ലാപ്ടോപ്പ് ഓർ PC ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അത് നിർബന്ധമില്ല, നിങ്ങൾക്ക് സ്മാർട്ട് ഫോണിലും ചെയ്യാം. പക്ഷേ ലാപ്ടോപ്പ് ഓർ PC ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം റൈറ്റിംഗ് ജോബൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വേർഡ്സും കാര്യങ്ങളും, അപ്പോൾ സ്മോൾ സ്ക്രീൻ ആകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഏത് ടോപ്പിക്സ് വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അക്കൗണ്ടിങ്, അഡ്വർടൈസിങ്, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ, അതായത് സബ്ജക്റ്റീവ് നോളജ് ഇല്ലാത്തവർക്കും ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ശോഭിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം പോയട്രി കൊടുത്തിട്ടുണ്ട്, ഫിലോസഫി കൊടുത്തിട്ടുണ്ട്, മ്യൂസിക്. ഓക്കെ, അപ്പോൾ അതിൽ താല്പര്യമുള്ളവർക്ക് ലിറ്ററേച്ചർ, ലിംഗ്വിസ്റ്റിക്, ലോ, ജേർണലിസം. ഓക്കെ, ജേർണലിസം അതായത് കുറേ പേര് ന്യൂസും കാര്യങ്ങളൊക്കെ എന്നും കേൾക്കുന്നവരുണ്ടാവും, ന്യൂസും കാര്യങ്ങളും ചർച്ചകളൊക്കെ. അപ്പം അത്തരത്തിലുള്ളവർക്കൊക്കെ ജേർണലിസത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ. പിന്നെ സബ്ജക്റ്റീവ് നോളജിലുള്ള ബയോളജി, കെമിസ്ട്രി, അങ്ങനെ ഒരുപാട്, എക്കണോമിക്സ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ, സൈക്കോളജി, ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ട്. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ടോപ്പ് 10 ജോബ്സ് അവൈലബിൾ വിത്തിൻ 24 hours, അതായത് ടോപ്പ് 10 ജോബ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ എത്ര, അതായത് ഇപ്പം ആസ്ട്രോണമി 25 pages എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡോളേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവർ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട് $200 കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത്തരത്തിൽ ഓക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പം സോഷ്യോളജിക്ക് നല്ലൊരു എമൗണ്ട് $696 കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഹൗ ടു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവരൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വർക്ക് ചെയ്ത് തുടങ്ങാൻ പറ്റും. ഓക്കെ, അപ്പം അതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാമെന്ന്. അതായത് 4 steps ആണുള്ളത്. മെയിൻലി ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക, എന്ത് ചെയ്യാൻ പറ്റും, റീഡ് ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റൈറ്റ് എ ഷോർട്ട് പ്രോംപ്റ്റ് ആൻഡ് അപ്ലോഡ് എൻ എസ്സേ, അതായത് ഒരു സാമ്പിൾ ഫയൽ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു വർക്കിംഗ് സ്കില്ല് എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സാമ്പിൾ അവർക്ക് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം വർക്കിംഗ് സ്കില്ല് എന്ന് പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്യാൻ തീരെ പണിയില്ല. നിങ്ങൾക്ക് ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ എഴുതുക, അതായത് ഇരുന്നിട്ട് എഴുതുക. അല്ലാതെ നിങ്ങൾ ചിന്തിക്കരുത് എനിക്ക് എഴുതാൻ പറ്റുമോ, അങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. എപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഇരിക്കണം, അതിലിരുന്ന് നമ്മൾ എഴുതണം. അല്ലാതെ പറ്റുമോ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കാൻ പോകില്ല. ഓക്കെ, അപ്പം നിങ്ങൾ അത് എന്ത് ചെയ്യുക, ആ പെർട്ടിക്കുലർ കാര്യം, അതായത് ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ എഴുതി നോക്കുക. എന്നിട്ട് നിങ്ങൾ ഏതൊരു ടോപ്പിക്കിലാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു CV റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എഴുതി തയ്യാറാക്കിയിട്ട് വേണം നമ്മൾ ഇതിൽ കൊടുക്കാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കി നോക്കാം ഇതിൽ എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ടൈം കൊടുക്കുക. അതായത് നിങ്ങൾ ആ ഫസ്റ്റ് വെബ്സൈറ്റ് തുറക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു ഇന്റർഫേസ് ഇല്ലേ, അവിടെ നിങ്ങൾക്ക് വെൽക്കം ടു writeby.com എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഇമെയിൽ ID കൊടുത്തിട്ട് അപ്ലൈ നൗ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ അപ്ലൈ നൗ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണിക്കുക. ഇനി 3 സ്റ്റെപ്പ് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവും. നമ്മളിവിടെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൈം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ജെൻഡർ കൊടുക്കുക, കൺട്രി, സിറ്റി, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഒരു ആൾട്ടർനേറ്റ് ഇമെയിൽ അഡ്രസ്സും ആൾട്ടർനേറ്റ് ഫോൺ നമ്പർ കൊടുക്കുക, പിന്നെ ഒരു പാസ്വേഡ് കൊടുക്കുക. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസും നമ്മൾ ഫില്ല് ചെയ്യണം. ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ നാറ്റീവ് ലാംഗ്വേജ് ഏതാ വെച്ചാൽ അത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതർ ലാംഗ്വേജ് യു ക്യാൻ റൈറ്റ്, അതായത് ഏതൊക്കെ ലാംഗ്വേജാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക, ഏതൊക്കെ ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുക അത് നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, അവിടെ ഹയസ്റ്റ് വെരിഫൈഡ് അക്കാഡമിക് ഡിഗ്രി, അതായത് നിങ്ങളുടെ അക്കാഡമിക് ഡിഗ്രി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന അക്കാഡമിക് ഡിഗ്രി എന്താ വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ ഡിഗ്രി നിങ്ങൾ ഏതിലാണ് മേജർ എടുത്തിട്ടുള്ളത് അത് നിങ്ങൾ അവിടെ കൊടുക്കുക. പിന്നെ നിങ്ങൾ പ്ലീസ് സെലക്ട് ഡിസിപ്ലിൻ ആർ യു പ്രോ, അതായത് നിങ്ങൾ അഗ്രഗണ്യനായിട്ടുള്ള കുറച്ച് ഇത് കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും
ടോപ്പ് നിന്ന് ബോട്ടം മോസ്റ്റ്, അതായത് ഏറ്റവും അറിയാവുന്ന ടോപ്പിക് തൊട്ടിട്ട് ഏറ്റവും അങ്ങനെ ഓർഡറിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ അറേഞ്ച് ചെയ്യുക, പെർട്ടിക്കുലർലി അവിടെ അറേഞ്ച് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എക്സ്പെർട്ട് ആണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം അവിടെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് സ്റ്റെപ്പ് കൊടുക്കുക. അത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻ ആണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിൾ ടു അതായത് അബൌട്ട് മീ, അതായത് നമ്മളെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ചെയ്യണം. അത് കറക്റ്റായിട്ട് നിങ്ങൾ റൈറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ പറ്റി തോന്നുന്ന ആ ഒരു കാര്യങ്ങൾ, നിങ്ങളിൽ എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത് ആ ഒരു പെർട്ടിക്കുലർ കാര്യം അവിടെ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുക്കുക. പിന്നെ മോട്ടിവേഷണൽ ലെറ്റർ അത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യാം, യു ഹാവ് ലേൺഡ് അബൌട്ട് അവർ, അതായത് അവരുടെ വെബ്സൈറ്റിനെ പറ്റിയിട്ട് എവിടെ അറിഞ്ഞ ആ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എഗ്രി കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിനെ പറ്റിയിട്ട്. ഓക്കെ, അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ അയക്കുന്നതിലൂടെ അവർ എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും നിങ്ങൾക്ക്. അതായത് ഇത് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു പെർട്ടിക്കുലർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ പെർട്ടിക്കുലർ ഇമെയിൽ ആയിട്ട് നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള പാസ്വേഡ് മേടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സൈനിങ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ലോഗിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇന്റർഫേസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവർ നിങ്ങളെ അപ്രൂവ് ചെയ്തോ ഇല്ലേന്ന്. അതായത് ആദ്യം നിങ്ങൾ ഇമെയിലിൽ കൺഫർമേഷൻ ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങും. ഓക്കെ, പിന്നെ അവർ ട്യൂട്ടറിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. നിങ്ങൾക്ക് റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്, റൈറ്റ് ബൈ എന്നുള്ള വെബ്സൈറ്റ്. ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, അപ്പം അതിനെ പറ്റിയിട്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് പേയ്മെന്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് റിസീവ് ചെയ്യാൻ പറ്റും. പേപ്പാൽ, പയനീർ, ആ ഒരു പേയ്മെന്റ് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പയനീർ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കിപ്പം ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ ജിമിനി ഉണ്ട്. ഗൂഗിളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, AI യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടും. അപ്പോൾ അതൊന്നും നിങ്ങൾ കൊണ്ട് ഡയറക്റ്റായിട്ട് പോസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ എന്ത് അതൊന്നൊക്കെ മനസ്സിലാക്കുക, പഠിക്കുക, എങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഈ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ എഴുതേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും. പിന്നെ ചില കാര്യങ്ങളൊക്കെ, അതായത് ഗൂഗിളിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ അതേപടി കോപ്പി പേസ്റ്റ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എപ്പോഴും നിങ്ങൾ റൈറ്റിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടി മാത്രമല്ല, നിങ്ങൾക്ക് അതിൽ ഒരു കാര്യത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ അത് വളരെയധികം ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എപ്പോഴും റൈറ്റിംഗ് സ്കില്ല് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ നോക്കുക. അതായത് കറക്റ്റായിട്ട് ഈച്ച കോപ്പി അടിച്ചിട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ നോക്കി മനസ്സിലാക്കുക എന്തൊക്കെ കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്ന് ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അത് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പം ബിഗിനറായിട്ട് നിങ്ങൾക്ക് കയറുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അത് പോകെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി തുടങ്ങും. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പ്രോ ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഏർണിങ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും ഇതിനെപ്പറ്റി നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം പറ്റുന്നവരൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റൈറ്റിംഗ് സ്കില്ല് ഉണ്ടെന്ന് തോന്നുന്നവരൊക്കെ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യുക. ഇതിൽ നിന്ന് വർക്ക് ചെയ്തിട്ട് എമൗണ്ട് ഏൺ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിപ്പം റൈറ്റിംഗ് ജോബ് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിലോ കാര്യങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അവരെയും കൂടെ നിന്നിട്ട്, അതായത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്തിട്ട് നിങ്ങളൊരു പെർട്ടിക്കുലർ ആയിട്ട് വർക്കൊക്കെ ചെയ്യുമ്പം കുറച്ചും കൂടി എൻജോയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഫർദർ ആയിട്ടുള്ള ലിങ്ക്സും മോർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ഇതിന് നല്ല അടിപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.